എനിക്ക് വളരെയധികം ബാഡ് അടിച്ച ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അറൌണ്ട് 5 to 6 ഇയേഴ്സ് ആയിട്ടുണ്ട്. ബട്ട് ഇന്ന് വരെ എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ കസ്റ്റമർ നമുക്കൊരു ഹാമ്പർ വർക്ക് തന്നു. ടു ബി ഫ്രാങ്ക്, ഇതിലും വലിയ എമൗണ്ടിന്റെ വർക്ക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ വർക്ക് തന്നെയായിരുന്നു. തന്ന സമയത്തേ ആള് പറയുന്നുണ്ടായിരുന്നു അവരെ ഡിസപ്പോയിന്റഡ് ആക്കാൻ പാടില്ല, ഇത്രയും എമൗണ്ടിന്റെ വർക്കാണ് കാര്യങ്ങളെല്ലാം. പക്ഷെ നമ്മൾ 100% കോൺഫിഡന്റ് ആണല്ലോ. ആൻഡ് നമ്മൾ എക്സ്ട്രാ 350 റുപ്പീസ് ആയിരുന്നു ഷിപ്പിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവരുടെ സ്ഥലത്തേക്ക് നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വർക്കിനുള്ള പ്രോഡക്ട്സ് മേടിക്കാൻ അന്ന് മോർണിംഗ് ഇറങ്ങിയിട്ട് ഈവനിങ് ആണ് നമ്മൾ വീട്ടിലെത്തുന്നത്. ഓരോ പ്രോഡക്ട്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്നായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ ഇല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോകേണ്ടി വരും. അങ്ങനെ ആൻഡ് ഫൈനലി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ആള് നമ്മുടെ അടുത്ത് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറഞ്ഞു. ഓഫ് കോഴ്സ് അവരോട് പറഞ്ഞ എമൗണ്ടിലുള്ള വർക്ക് നമ്മൾ ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ പ്രോഫിറ്റും നമ്മൾ അതിൽ നിന്ന് എടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. എഗെയിൻ പ്രൈസ് ചോദിച്ചപ്പോൾ 2 പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു. ആൻഡ് എനിക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് കള്ളം പറയായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. സോ അവരുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് ഭയങ്കര ഹേർട്ടായി പോയി. ബിക്കോസ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് ദേവോ ലൈക്ക് ഇത് അതിന് മാത്രം വേർത്തല്ല, നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ളൊരു രീതിക്കായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ്. ആൻഡ് ഓൾസോ ഷിപ്പിംഗ് അത്ര വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് ഡിസ്റ്റൻസ് അനുസരിച്ച് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും. ആൻഡ് അവരുടെ അപ്രോച്ച് അപ്പോഴും ദിസ് ഈസ് നോട്ട് വർത്ത് ദ മണി. ബട്ട് അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എല്ലാം നല്ല പേളും ഹെവി വർക്ക്സും ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഈവൻ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ബൊക്കേസ് അടക്കം ഹെവി ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ കസ്റ്റമറിനെയും മെൻഷൻ ചെയ്യുന്നില്ല ആൻഡ് അവരുടെ പ്രൊഡക്റ്റും മെൻഷൻ ചെയ്യുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ഈ ഒരു 6 ഇയേഴ്സിൻ്റെ ജേർണിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ദിസ്. ആൻഡ് ഓൾസോ ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. വൺസ് അഗെയിൻ താങ്ക് യു.